എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ OTT റിലീസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലെ തോന്നിയിരിക്കേണ്ട ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് JSK എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് സിനിമയുടെ പേര്. നല്ല അഭിപ്രായമല്ല സിനിമയ്ക്ക് ലഭിച്ചത്. നല്ല ഹൈപ്പിൽ സിനിമ വന്നുവെങ്കിലും പെട്ടെന്ന് സിനിമ വാഷൗട്ടായി. സുരേഷ് ഗോപിയാണ് സിനിമയിലെ നായകൻ. ഇപ്പോഴിതാ JSK എന്ന സിനിമ ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് ഒരു മാസത്തിനുള്ളിലായിരിക്കും JSK സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായം ലഭിച്ച സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. എന്നിട്ടും എന്തുകൊണ്ട് അവർ OTT റിലീസ് ചെയ്യുന്നില്ല? മനോരമ മാക്സ് നേരത്തെ തന്നെ ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT വാങ്ങിച്ചിട്ടുള്ളതാണ്. പക്ഷേ അവർ റിലീസാക്കുന്നില്ല. ഉണ്ണിമുകുന്ദനും നിഖില വിമലുമാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. ഇപ്പോഴിതാ മനോരമ മാക്സ് സർപ്രൈസായിട്ട് ഇറങ്ങുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അനൂപ് മേനോൻ ലാലാണ് ചെക്ക്മേറ്റിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ചെക്ക്മേറ്റിന്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഈ വീക്കാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് തങ്കമണി. ദിലീപും നിതാപിള്ളയുമാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. കേരളത്തിൽ നടന്ന ഒരു റിയൽ സ്റ്റോറിയാണ് തങ്കമണിയിൽ പറഞ്ഞു പോകുന്നത്. സിനിമ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ മൂവിയായിരുന്നു, പക്ഷേ വിജയിച്ചില്ല. തങ്കമണി റിലീസായിട്ട് കുറച്ച് കാലമായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് തങ്കമണിയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ സർപ്രൈസായിട്ടായിരിക്കും റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ അട്ടർ ഫ്ലോപ്പായ സിനിമയാണ് നടികർ. ബഡ്ജറ്റ് പോലും തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ല. കുറേ കാലത്തിന് ശേഷമാണ് നടികർ സിനിമ OTTയിൽ വരുന്നത്. സൈനാപ്ലയാണ് നടികർ സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ടോവിനോ തോമസ് ആണ് സിനിമയിലെ നായകൻ. ഇതൊരു കോമഡി ആക്ഷൻ മൂവിയായിരുന്നു. ഓഗസ്റ്റ് മാസം അവസാനത്തോടു കൂടി റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് കപ്പ്. മാത്യു തോമസ്, അനിക, നമിത പ്രമോദാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു സ്പോർട്സ് റൊമാൻറ്റിക്കൽ മൂവിയാണ് കപ്പ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ സൈനാപ്ലേ വാങ്ങിച്ചിരിക്കുകയാണ്. റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല. ഈ മാസം ഒരുപാട് സിനിമകൾ ഇനി അവർക്ക് ഇറക്കാനുണ്ട്. ഓഗസ്റ്റ് മാസം അവസാനത്തോടു കൂടി റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി ത്രില്ലർ സിനിമയാണ്. അനശ്വര രാജൻ, ബാലു വർഗീസ്, അർജുൻ അശോകനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് എന്ന് സ്വന്തം പുണ്യാളൻ. എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാറാണ് എന്ന് സ്വന്തം പുണ്യാളൻ്റെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ റിലീസായിട്ട് മാസങ്ങളായി. ഇതുവരെ OTTയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഓഗസ്റ്റ് മാസം അവസാനത്തോടു കൂടി റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടി നായകനായ സിനിമയാണ് ഡൊമിനിക്. തിയേറ്ററുകളിൽ സിനിമ പരാജയപ്പെട്ടുവെങ്കിലും OTT കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. ഡൊമിനിക് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. ഗോകുൽ സുരേഷ് സിനിമയിലുണ്ട്. ഗൗതം വാസുദേവാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഡൊമിനിക് റിലീസായിട്ട് മാസങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ആമസോൺ പ്രൈം ഡൊമിനിക്കിന്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഈ വീക്കിൽ തന്നെ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് ഹൈപ്പോട് കൂടിയാണ് ബാന്ദ്ര തിയേറ്ററിലെത്തിയത്. പക്ഷേ സിനിമ പരാജയപ്പെട്ടു. തമന്നയാണ് ബാന്ദ്ര സിനിമയിലെ നായിക. ദിലീപാണ് നായകൻ. ഒരു ഗാങ്സ്റ്റർ കഥയാണ് ബാന്ദ്ര പറഞ്ഞു പോകുന്നത്. ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് നേരത്തെ വാങ്ങിച്ചിട്ടുള്ളത്. കമ്മീസൂൺ എന്ന പോസ്റ്ററും വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് യാതൊരു അപ്ഡേറ്റും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ബാന്ദ്ര സിനിമ വീണ്ടും OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഓഗസ്റ്റ് മാസം അവസാനത്തോടു കൂടി റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മാമൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സൂര്യയാണ് സിനിമയിലെ നായകൻ. നല്ല അഭിപ്രായമാണ് മാമൻ സിനിമ തിയേറ്ററിൽ നിന്ന് നേടിയെടുത്തത്. സിനിമ റിലീസായിട്ട് 2-3 മാസങ്ങളായി. ഇപ്പോഴാണ് മാമൻ സിനിമ OTTയിൽ വരുന്നത്. ഓഗസ്റ്റ് മാസം 8-ന് C5ലാണ് മാമൻ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുവിധം എല്ലാവരും കാത്തിരിക്കുന്നത് ബസൂക്കയുടെ OTTക്ക് വേണ്ടിയാണ്. സിനിമ ഇതുവരെയും റിലീസായിട്ടില്ല. C5 നേരത്തെ തന്നെ ബസൂക്കയുടെ OTT വാങ്ങിച്ചിട്ടുള്ളതാണ്. മമ്മൂട്ടി തിരിച്ചു വരാത്തത് കൊണ്ടാണ് ബസൂക്ക റിലീസാക്കാത്തത്. സാധാരണ ഒരു സിനിമ റിലീസാവുമ്പോൾ അതിലെ നായകന്മാർ കമ്മീസൂൺ എന്നൊരു വീഡിയോ പുറത്തുവിടാറുണ്ട്. മമ്മൂട്ടിയെ കൊണ്ട് ആ വീഡിയോ ചെയ്യിക്കാനാണ് അവർ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് മമ്മൂട്ടി തിരിച്ചു വന്നാൽ ഉടനെ തന്നെ ബസൂക്ക C5ൽ റിലീസാകും. ഓഗസ്റ്റ് മാസത്തിലായിരിക്കും ബസൂക്ക C5ൽ വരുന്നത്. അടുത്തൊരു
അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി മൂവിയായിരുന്നു പെരുമാനി. തിയേറ്ററുകളിൽ നല്ല വിജയമാണ് പെരുമാനി നേടിയെടുത്തത്. എന്നിട്ടും പെരുമാനിയുടെ OTT റിലീസ് ചെയ്യുന്നില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈം പെരുമാനിയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. 2 വർഷത്തിന് ശേഷമാണ് പെരുമാനി സിനിമ റിലീസിനെത്തുന്നത്. സണ്ണി വെയിൻ, ലുക്മാൻ, വിനയ് ഫോർട്ടാണ് പെരുമാനി സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. പെരുമാനി ഈ വീക്കിൽ തന്നെ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.